ബിഗ് ബോസ് മലയാളം സീസൺ 6 രണ്ടാം ആഴ്ചയുടെ അവസാനത്തിലെത്തി നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ പല മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഹൗസും മത്സരാർത്ഥികളും. ഹൗസിനകത്തും പുറത്തും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ജാസ്മിൻ ഗബ്രി കോംബോ അവസാനിച്ചതാണ്. കഴിഞ്ഞ ദിവസം ജാസ്മിനെ തേടി കൺഫെഷൻ റൂമിൽ ജാസ്മിൻ്റെ അച്ഛൻ്റെ കോൾ വന്നിരുന്നു. ജാസ്മിൻ ഗബ്രി കോംബോയോടുള്ള എതിർപ്പ് അച്ഛൻ പ്രകടിപ്പിക്കുകയോ പ്രേക്ഷകർക്കിടയിൽ കോംബോയ്ക്ക് നെഗറ്റീവ് പ്രതികരണമാണ് കൂടുതൽ ലഭിക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ടുമാകണം ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് ജാസ്മിൻ കടന്നു പോകുന്നത്. ആ കോളിന് ശേഷം ജാസ്മിൻ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫ്രണ്ട്ഷിപ്പ് കോംബോ എന്നതിനപ്പുറത്തേക്ക് ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ട് നീങ്ങിയിരുന്നു. ഇരുവരും കെട്ടിപ്പിടിക്കുന്നതിൻ്റെയും ജാസ്മിൻ്റെ കയ്യിൽ ഗബ്രി ഉമ്മ വയ്ക്കുന്നതിൻ്റെയും ഇരുവരും ഒരു കട്ടിലിൽ കിടന്നുറങ്ങുന്നതിൻ്റെയും വീഡിയോസും ഫോട്ടോയും എല്ലാം പുറത്തു വന്നിരുന്നു. ലവ് ട്രാക്ക് കളിച്ച് പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്ത് വോട്ട് നേടാനുള്ള ശ്രമമാണ് ഇരുവരുടേതെന്നും പ്രേക്ഷകർ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. എപ്പോഴും ഗബ്രിക്ക് വേണ്ടി വഴക്കുണ്ടാക്കുന്നതും സംസാരിക്കുന്നതും ജാസ്മിനാണ്. ഇരുവരും ഒരു മത്സരാർത്ഥിയായിട്ടാണോ കളിക്കാൻ ഹൗസിൽ കയറിയിരിക്കുന്നതെന്ന് പോലും പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. കൂടാതെ ഇരുവർക്കുമുള്ള ആരാധക പിന്തുണയും വലിയ രീതിയിൽ കുറഞ്ഞു എന്നതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഇവരുടെ വീഡിയോകളുടെ താഴെ വരുന്ന കമൻറ്റുകൾ. ഗബ്രിയെയും ജാസ്മിനെയും ഹൗസിൽ നിന്നും പുറത്താക്കണമെന്നുള്ള നിരവധി കമൻറ്റുകളാണ് വരുന്നത്. കൂടാതെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഇത്തരം പ്രവർത്തികൾ ഇനിയും ബിഗ് ബോസിൽ വച്ച് പൊറപ്പിക്കാൻ പറ്റില്ല എന്നും, കാരണം ബിഗ് ബോസ് കാണുന്നത് കുടുംബ പ്രേക്ഷകരാണ്, കുട്ടികളടക്കമുള്ള പ്രേക്ഷകരാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഈ ആഴ്ച എന്തായാലും ഗബ്രിക്കും ജാസ്മിനും വാണിംഗ് കൊടുക്കണമെന്നും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അവരോട് പറയണമെന്നുമൊക്കെയാണ് വരുന്ന കമൻറ്റുകൾ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കാണാം ലാലേട്ടൻ വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക എന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായവും സീസൺ 6 നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ ഫ്രണ്ട്സ്.